വിശുദ്ധ ബൊനവന്തുര. ബൊനവന്തുര എന്നറിയപ്പെടുന്ന ജോൺ ഫിഡാൻസ ഒരു മധ്യകാല ഇറ്റാലിയൻ സ്കോളാസ്റ്റിക് ദൈവശാസ്ത്രജ്ഞനും ദാർശനികനും ഫ്രാൻസിസ്കൻ ചെറിയ സഹോദരന്മാരുടെ സഭയുടെ 8ാമത്തെ തലവനും ആയിരുന്നു. അൽബാനോയിലെ കർദിനാൾ സ്ഥാനമുള്ള മെത്രാനും ആയിരുന്നു അദ്ദേഹം. 1482 ഏപ്രിൽ 14 സിക്സറ്റസ് 4-മൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1588 5-ാം സിക്സറ്റസ് മാർപ്പാപ്പ ബൊനവന്തുരയെ വേദപാരംഗതനായും അംഗീകരിച്ചു. ദൈവദൂതനെ പോലുള്ള വേദപാരംഗതൻ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. മധ്യയുഗങ്ങളിലെ ഏറ്റവും പേരുകേട്ട ദൈവശാസ്ത്രജ്ഞനും ക്രൈസ്തവ ചിന്തകനുമായ തോമസ് അക്വീനാസ് ബൊനവന്തുരയുടെ സുഹൃത്തും ആശയരംഗത്തെ പ്രതിയോഗിയുമായിരുന്നു. ജനനം ഇറ്റലിയിലെ ടസ്കനിയിൽ വിറ്റർബോയ്ക്കടുത്ത് ലാറ്റിയമിലെ ബെനോറീജിയോയിലാണ് ബൊനവന്തുര ജനിച്ചത്. ജോൺ ഫിഡാൻസ എന്നായിരുന്നു ആദ്യനാമം. അസീസിയിലെ ഫ്രാൻസിസിൻ്റെ മധ്യസ്ഥതയാൽ ഗുരുതരമായ ബാലാരിഷ്ടതയിൽ നിന്ന് സൗഖ്യം കിട്ടിയതോടെയാണ് സൗഭാഗ്യം എന്നർത്ഥമുള്ള ബൊനവന്തുര എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. സന്യാസ സമൂഹങ്ങളുടെ പൂർണ്ണ ദാരിദ്ര്യത്തിനു വേണ്ടി വാദിച്ച ഭിക്ഷാന്തേഹികളുടെ ആക്രമണത്തിൽ ഫ്രാൻസിസ്കൻ സമൂഹത്തിൻ്റെ ഔദ്യോഗിക നിലപാട് വിജയകരമായി വാദിച്ച് ജയിച്ചതിനടുത്ത വർഷം 1257 36 വയസ്സുള്ള ബൊനവന്തുര ആ സന്യാസ സമൂഹത്തിൻ്റെ തലവനായി ഉയർത്തപ്പെട്ടു. 1265 നവംബർ 24 ബൊനവന്തുര യോർക്കിലെ മെത്രാൻ സ്ഥാനത്തേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ആ സ്ഥാനം അദ്ദേഹം ഒരിക്കലും ഏറ്റെടുത്തില്ല. 1266 ഒക്ടോബറിൽ ഈ നിയുക്തി അദ്ദേഹം തിരസ്കരിക്കുകയും ചെയ്തു. വിനീതഭാവവും ലാളിത്യവും ബൊനവന്തുരയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. താപസൻ്റെ ലളിത ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. കർദിനാൾ സ്ഥാനത്തേക്കുയർത്തുന്ന അറിയിപ്പുമായി മാർപ്പാപ്പയുടെ ദൂതൻ എത്തിയപ്പോൾ ബൊനവന്തുര പാത്രം കഴുകുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ രചനകളിലും എതിരാളികളെ പോലും ആകർഷിക്കുന്ന ഈ വിനീതഭാവം പ്രകടമാകുന്നു. യഥാർത്ഥ ജ്ഞാനം ഭൗതിക പ്രപഞ്ചത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ വഴി ലഭിക്കുന്നതല്ല, ഇന്ദ്രിയാതീത ലോകത്തെക്കുറിച്ച് ആത്മാവ് വഴി ലഭിക്കുന്നതാണെന്ന് അദ്ദേഹം വാദിച്ചു. 1274 ജൂലൈ 15 മരണം. ദൈവത്തിന് നന്ദി.